18/1/2020 നടന്ന കേട്ടറ്റ് കാറ്റഗറി 2-ലെ 31 മുതൽ 60 വരെയുള്ള ചോദ്യങ്ങളുടെ ഉത്തരം നമുക്കൊന്ന് കണ്ടെത്തി നോക്കാം. 31 മുതൽ 60 വരെയുള്ള ചോദ്യങ്ങൾ ഗണിതവുമായി ബന്ധപ്പെട്ടതും ഗണിത പെഡഗോജിയുമായി ബന്ധപ്പെട്ടതുമാണ്. ആദ്യം ഉണ്ടായ ചോദ്യം ഇങ്ങനെയാണ്: കൂട്ടുപലിശ രീതിയിൽ പലിശ കണക്കാക്കുന്ന ബാങ്കിൽ ഒരാൾ നിശ്ചിത തുക നിക്ഷേപിച്ചിട്ടുണ്ട്. 1-2 വർഷങ്ങളുടെ അവസാനം പലിശ രേഖപ്പെടുത്തിയിട്ടുള്ളത് 160, 308 എന്നിങ്ങനെയാണ്. പലിശ നിരക്ക് കാണുക. ഇവിടെ പലിശ പറയുന്നത് 160, 308 അതായത് ആദ്യത്തെ വർഷം 160 രൂപയും രണ്ടാമത്തെ വർഷം 308 അപ്പോൾ ആദ്യത്തെ വർഷം 160 അർത്ഥം സാധാരണ പലിശ രീതിയിലാണ്. 160 എന്ന് പറയുന്നത് ഒരു വർഷത്തേക്കുള്ള സാധാരണ പലിശയാണ്. 308 എന്ന് പറയുന്നത് 2 വർഷം കഴിയുമ്പോഴുള്ള പലിശയാണ്. അപ്പോൾ 2 വർഷം സാധാരണ പലിശ, ഒന്നാമത്തെ വർഷം 160 ആണെങ്കിൽ രണ്ടാമത്തെ വർഷം സാധാരണ പലിശയാണെങ്കിൽ 308 നേരിട്ട് 300 കിട്ടും. അപ്പോൾ 308 പകരം 320 പകരം 328 എന്ന് അവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ 8 രൂപ അധികമുണ്ട്. ഈ 8 രൂപ എന്തായിരിക്കും? ഈ ആദ്യത്തെ വർഷത്തെ 160 പലിശ ഉണ്ടല്ലോ, ആ പലിശയുടെ പലിശയാണ് ഈ അധികം വരുന്ന 8 രൂപ. ആദ്യത്തെ പലിശ 160, ഒന്നാം വർഷ പലിശ 160, ആ 160ന്റെ പലിശയാണ് ഈ അധികം വരുന്നത്. 300 ശേഷം 8 അധികം വരുന്നുണ്ടല്ലോ, ആ 8 രൂപ. അതുകൊണ്ട് 160ന്റെ എത്ര ശതമാനമാണ് ഈ 8 രൂപ എന്ന് നോക്കിയാൽ മതി. പലിശ നിരക്ക് കാണാൻ വേണ്ടിയിട്ട് 160ന്റെ എത്ര ശതമാനമാണ് 8 എന്ന് കണക്കാക്കുക. അതായത് ഇപ്പം 160% 160 ഗുണിക്കണം x/100, ഇതാണ് 8 രൂപ. അതുകൊണ്ട് x/160 എന്ന് പറയുന്നത് 160x എന്ന് പറയുന്നത് 8 × 100 800 ആയിരിക്കും. 160x 800. അപ്പൊ x എന്തായിരിക്കും? 800 ഹരിക്കണം 160. ഇവിടെ ഒരു 0 പോവും. 80/16 അത് 5 എന്ന് കിട്ടും. അപ്പോൾ 5% ഇവിടെ പലിശയായിട്ട് വരുന്നത്. രണ്ടാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: 0.27 ഗുണിക്കണം 2.8 പ്ലസ് 0.9 ഗുണിക്കണം 0.14 ബൈ 1.8 ഗുണിക്കണം 0.7. ഇതിന് വില എത്ര എന്നുള്ളതാണ്. ഇവിടെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് പല രീതി ചെയ്യാൻ പറ്റും. ഒന്നിക്കൽ ഇവിടെ ഈ ദശാംശ സംഖ്യ തമ്മിൽ ഗുണിക്കുക, ഈ രണ്ടും തമ്മിൽ ഗുണിക്കുക, കൂട്ടുക, ഇത് ഗുണിക്കുക, ഇത് ഹരിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ അങ്ങനെ ഗുണിക്കുകയാണെങ്കിൽ കിട്ടുന്നത് ഇപ്പം 0.27ഉം 2.8 തമ്മിൽ ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് 0.75 കിട്ടും. 0.75 കിട്ടും. പ്ലസ് 0.9ഉം 0.14 തമ്മിൽ ഗുണിച്ചു കഴിഞ്ഞാൽ 0.126 കിട്ടും. 0.126 ഗുണിച്ചു നോക്കിയാൽ മതി. ഡിവൈഡ് ബൈ 1.8 ഗുണിക്കണം 0.7, ഇത് ഗുണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1.26 കിട്ടും. 1.26. ഈ രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും നമുക്ക്? 0.756ഉം 0.126 കൂട്ടിക്കഴിഞ്ഞാൽ ഇവിടെ 6 12, ബാക്കി 1, 2 3, 3 5 8, 1 7 8. അപ്പോൾ 0.882 കിട്ടും. ഡിവൈഡ് ബൈ 1.26 ഈ രൂപത്തിലേക്ക് മാറുന്നത്. അടുത്തായിട്ട് ഈ ഛേദത്തിന് 1.26നെ 126 ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ 100 കൊണ്ട് ഗുണിക്കുക, ഇവിടെ 100 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ രണ്ട് ഭാഗത്ത് 100 കൊണ്ട് മുകളിൽ താഴെ 100 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ 0.882 ബൈ 1.26, ഇവിടെ ഗുണിക്കണം 100, ഇവിടെയും ഗുണിക്കണം 100 എന്ന് വരും. അപ്പോൾ ഇവിടെ നമുക്ക് ഇത് 88.2 ആവും. 0.882 100 കൊണ്ട് നിൽക്കുമ്പോൾ 2 സ്ഥാനം വലത്തോട്ട്. അപ്പോൾ 88.2 ബൈ 1.26 100 ആകുമ്പോൾ അത് 126 ആവും. 126 ആക്കാൻ വേണ്ടി 100 ഗുണിക്കുന്നത് തന്നെ. അപ്പോൾ 88.2 ബൈ 126. ഇനി എന്ത് ചെയ്യുക? 88.2നെ 126 ഹരിക്കുക. 88.2നെ 126 ഹരിച്ചു കഴിഞ്ഞാൽ ഇവിടെ 126 8 പോവില്ല, 88 പോവില്ല. അപ്പോൾ 0.882 എത്ര പ്രാവശ്യം 126 എന്ന് വെച്ച് കഴിഞ്ഞാൽ 6 ആണ്. അപ്പോൾ 7 42 ആണ്. അപ്പോൾ 7 42, ബാക്കി 4, 7 14, 4 18, ബാക്കി 1, 7 1 8. അപ്പോൾ ശിഷ്ടം 0 കിട്ടും.
അപ്പോൾ 0.7 എന്ന രൂപത്തിലാണ് ഇതിന് ആൻസർ കിട്ടുക. അതായത് ഇതിനെ ലഘൂകരിച്ചാൽ 0.7. അപ്പോൾ ഓപ്ഷൻ ഡി 0.7 എന്നാണ് ഉത്തരം കിട്ടുക. ഇത് വേറെ വിധം ചെയ്യാൻ നമുക്ക് വേണമെങ്കിൽ 0.27 ഇവിടെ 2.8 പ്ലസ് 0.9 0.14 അപ്പോൾ ഇവിടെ 0.9ന്റെ ഒരു ഗുണിതമായിട്ട് 0.27. അപ്പോൾ ഇത് നമുക്ക് 0.9 ഗുണിക്കണം 0.3 എഴുതാം. അതുപോലെ 0.14 2.8 നമുക്ക് 0.14 20 എഴുതാം. അങ്ങനെ ഇത് പൊതുവായിട്ട് 0.9 0.14 ബ്രാക്കറ്റിന് വെളിയിൽ എടുത്തിട്ട് ആ രീതിയിലും ചെയ്താൽ ഉത്തരത്തേക്ക് എത്താൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇത് ഗുണിച്ച് നോക്കുന്നതിന് കുറച്ചുകൂടി നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇവിടെ ഡി 0.7 ശരിയായ ഉത്തരമായിട്ട് വരിക. അടുത്ത ചോദ്യം 3/4 പ്ലസ് 4/5 പ്ലസ് 5/6 വില എന്താണെന്നുള്ളതാണ്. അപ്പോൾ ഈ 4 ഓപ്ഷൻ ഏതാണ് ശരിയായെന്ന് നമുക്ക് കണ്ടെത്തണം. അപ്പോൾ ഇത് 3/4 പ്ലസ് 4/5 പ്ലസ് 5/6 ഭിന്നസംഖ്യയുടെ തുകയാണ്. ഇത് കാണുക എളുപ്പവഴി എനിക്ക് തോന്നുന്നു 4, 5, 6 ഇവിടെ എൽസിയം കാണുക, ലസാഗു കാണുക. 4, 5, 6 യുടെ ലസാഗു എന്ന് പറയുന്നത് 60 ആയിരിക്കും. ലസാഗു 60 പൊതുഛേദമായിട്ട് എഴുതിയതിനു ശേഷം ഈ 60-ൽ 4 എത്ര പ്രാവശ്യം പോകും? 15 പ്രാവശ്യം പോകും. 15 × 3 45. ഇവിടെ 45 വരും. പിന്നെ ഇവിടെ പ്ലസ് ആണ്. 60-ൽ 5 12 പ്രാവശ്യം പോകും. 4, 12 48 പ്ലസ് 60-ൽ 6 10 പ്രാവശ്യം പോകും. 10 × 5 50. ഈ രൂപത്തിൽ എഴുതാം. ഇവിടെ 45-ഉം 48-ഉം 50 തമ്മിൽ കൂട്ടണം. 18 നമുക്ക് 5, 8, 13 ബാക്കി 1 4, 5, 5, 4, 9, 5, 14 143 കിട്ടും. 143 എത്ര? 60. ഈ ഓപ്ഷനിൽ 153 60 ഉണ്ട്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി 143 60 ശരിയായ ഉത്തരമായിട്ട് വരുന്നത്. 34ാമത്തെ ചോദ്യം ഇതാണ്. യൂക്ലിഡിന്റെ പ്രശസ്തമായ ഗ്രന്ഥം ഏതെന്നുള്ളതാണ്. ഇത് വളരെ ഫെമിലിയറായ ഒരു ചോദ്യമാണ്. യൂക്ലിഡിന്റെ പ്രശസ്തമായ ഗ്രന്ഥം എന്ന് പറയുന്നത് എലമെന്റ്സ് ആണ്. നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ബി എലമെന്റ്സ് ആണ് ശരിയായ ഉത്തരമായിട്ട് വരുന്നത്. വേറൊരു ചോദ്യം ഇങ്ങനെയാണ്. പെയിന്റ് ചെയ്ത ഒരു സമയക്കട്ട 27 തുല്യ കഷ്ണമാക്കി മാറ്റുന്നു. 2 മുഖത്ത് മാത്രം പെയിന്റ് ഉള്ള എത്ര ചെറിയ സമചര കട്ടകൾ ഉണ്ടാവും? ഇതാണ് ചോദ്യം. അപ്പോൾ ഇതിന് ഒരു എളുപ്പവഴിയുണ്ട്. ഇപ്പോൾ സമയക്കട്ട അതിനെ 27 തുല്യ കഷ്ണങ്ങളാക്കിയിട്ടാണ് മാറ്റുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു വശത്തെ നമുക്ക് ഇതാണ് സമയക്കട്ടാന്നിരിക്കുക. ഇതിനെ 27 തുല്യ കഷ്ണങ്ങളാക്കുകയാണെങ്കിൽ ഈ ഒരു വശത്തെ 3 ഡിവൈഡ് ചെയ്യണം. 3 വായിക്കണം. ഇനി 1, 2, 3 ഇങ്ങനെ വായിക്കണം. ഇവിടെയാണ് എൻ്റെ. ഇതുപോലെ ഈ ഭാഗത്തെ 3 വായിക്കേണ്ടത്. ഇങ്ങനെയാണ് ചിത്രം ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെയുള്ള സമയക്കട്ടയിൽ ഇത് മുഴുവനായിട്ട് പെയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ 2 മുഖത്ത് മാത്രം പെയിന്റ് ഉള്ള എത്ര ചെറിയ സമയക്കട്ട ഉണ്ടാവുന്നതാണ് ചോദ്യം. ഇത് കാണാൻ ഒരു എളുപ്പവഴിയുണ്ട്. ഇത് സൂത്രവാക്യമാണ്. 12 × n-2 ഈ സൂത്രവാക്യം ഉപയോഗിച്ചാൽ മതി. ഇവിടെ n ഉദ്ദേശിക്കുന്നത് ഇത് എത്ര ഭാഗമാക്കുന്നു അതാണ്. ഇവിടെ 1, 2, 3 ഭാഗമാക്കുന്നു. അപ്പോൾ n = 3 വരിക. അപ്പോൾ 12 × n-2 എന്ന് പറഞ്ഞാൽ 12 × 3 - 2 അതായത് 12 × 3 - 2 1 ഒരു 12 നീട്ടും. അപ്പോൾ 12 സമയക്കട്ടകളായിരിക്കും 2 മുഖത്ത് മാത്രം പെയിന്റ് ഉള്ളത് ഉണ്ടാവുക. അപ്പോൾ ഈ ഉത്തരം സി 12 ആണ്. ഈ സൂത്രവാക്യം ഉപയോഗിച്ചാൽ 12 × n-2. ഇവിടെ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ മുഖത്തെ വക്കിനെ എത്രയായിട്ട് വായിക്കുന്നു? 3 ആയിട്ടാണ് വായിക്കുന്നത്. n = 3 4ആകുമ്പോൾ n = 4 എന്ന് വരും. ആ രീതിയിൽ ചെയ്യുക. 36ാമത്തെ ചോദ്യം. ഈ ചോദ്യം കുറച്ച് ദീർഘമായതുകൊണ്ട് ഞാൻ എഴുതുന്നില്ല, വായിക്കാം. തന്നിരിക്കുന്നതിൽ ശരിയല്ലാത്തത് ഏതെന്നാണ്. ഇവിടെ 4 പ്രസ്താവന തന്നിട്ടുണ്ട്. ഒന്നാമത്തെ പ്രസ്താവന സമചരത്തിന്റെ ചുറ്റളവ് വശവുമായി നേർ അനുപാതത്തിലാണ്. സമചരത്തിന്റെ ചുറ്റളവ് വശവുമായിട്ട് നേർ അനുപാതത്തിലാണ്. അപ്പോൾ വശം എ ആണെങ്കിൽ ചുറ്റളവ് 4 എന്നറിയാം. അപ്പോൾ എ ഒരു നിശ്ചിത സംഖ്യ കൊണ്ട് ഗുണിച്ചതാണ് 4. അപ്പോൾ തീർച്ചയായിട്ടും അത് നേർ അനുപാതത്തിലാണ്. വേറൊന്ന് വൃത്തത്തിന്റെ ചുറ്റളവ് ആരവുമായി നേർ അനുപാതത്തിലാണ്. വൃത്തത്തിന്റെ ആരം 6 ആണെങ്കിൽ അതിന്റെ ചുറ്റളവ് 2πr ആണ്. അപ്പോൾ ഈ 6നെ 2π എന്ന് പറയുന്ന നിശ്ചിത സംഖ്യയോട് ഗുണിച്ചതാണ് 2πr വരുന്നത്. അപ്പോൾ ഇത് 6ന്റെ നേർ അനുപാതത്തിലാണ് 2πr.
മൂന്നാമത്തത് വൃത്തത്തിന്റെ ചുറ്റളവ് വ്യാസവുമായി നേരെ വേണ്ടത്തിലാണ്. വൃത്തത്തിന്റെ ചുറ്റളവ് ഇത് 2πr തന്നെ, വ്യാസം എന്ന് പറയുന്നത് 2r ആണ്. അപ്പോൾ നമുക്ക് 2r പൈ എന്ന് പറയുന്ന ഒരു സ്ഥിരസംഖ്യയോട് ഗുണിച്ചതാണ് 2πr. അപ്പോൾ ഇതും നേരെ അനുപാതത്തിലാവും. വേറെ ഓപ്ഷൻ ഉള്ളത് സമചതുരത്തിന്റെ പരപ്പളവ് വശവുമായി നേരെ അനുപാതത്തിലാണ്. സമയത്തിന്റെ വശം a ആണെങ്കിൽ അതിന്റെ പരപ്പളവ് എന്താണ്? a² ആണ്. a² എയും എന്തല്ല നേരെ അനുപാതത്തിൽ അല്ല. അപ്പൊ ഇവിടെ തന്നിരിക്കുന്നത് ശരിയല്ലാതെ ഏത് എന്ന പ്രസ്താവന സമചതുരത്തിന്റെ പരപ്പളവ് വശവുമായി നേർ അനുപാതത്തിലാണ് എന്നുള്ളതാണ്. അതായത് ഓപ്ഷൻ ചോദ്യത്തിൽ ബി ആണ്. ബി ആണ് അവിടെ ഉത്തരമായിട്ട് വരിക. 37ാമത്തെ ചോദ്യം പെഡഗോജിയുമായി ബന്ധപ്പെട്ടതാണ്. താഴെ പറയുന്നവയിൽ ഗണിതവുമായി ബന്ധപ്പെട്ട പ്രക്രിയാശേഷി അല്ലാത്തതാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ഗണിതവുമായി ബന്ധപ്പെട്ട പ്രക്രിയാശേഷി അല്ലാത്തത്. ഇവിടെ 4 കാര്യങ്ങൾ തന്നിട്ടുണ്ട്. നിരീക്ഷിക്കൽ, താല്പര്യം പ്രകടിപ്പിക്കൽ, പട്ടികപ്പെടുത്തൽ, സാമാന്യവൽക്കരിക്കൽ. നമുക്കതിൽ നിരീക്ഷണം അതുപോലെ പട്ടികപ്പെടുത്തലും സാമാന്യവൽക്കരണമൊക്കെ ഗണിതവുമായി ബന്ധപ്പെട്ട തന്നെയാണ്. അപ്പോൾ ഇവിടെ താല്പര്യം പ്രകടിപ്പിക്കൽ എന്നതാണ് പ്രക്രിയാശേഷി അല്ലാതെ, ഗണിതവുമായി ബന്ധപ്പെട്ട പ്രക്രിയാശേഷി അല്ലാത്തത് താല്പര്യം പ്രകടിപ്പിക്കൽ എന്ന ഈ പി രണ്ടാമത്തെ ഓപ്ഷനാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇതിന് ശരിയായ ഉത്തരമായിട്ട് വരിക. 38ാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ ത്രികോണ ABC വരക്കാൻ സാധിക്കുന്നത് ഏതിലാണ് എന്നുള്ളതാണ്. ത്രികോണ ABC വരക്കാൻ സാധിക്കുന്ന ഏതിലാണ്? ഈ അളവുകളുടെ 4 അളവുകൾ തന്നിട്ടുണ്ട്. അതിൽ ഏതൊക്കെ അളവ് ഉപയോഗിച്ച് ത്രികോണം വരക്കാം എന്നുള്ളതാണ് ചോദ്യം. ഒന്നാമത്തിൽ AB 8 സെന്റിമീറ്റർ, BC 4 സെന്റിമീറ്റർ, AC 3 സെന്റിമീറ്റർ. ഇപ്പോൾ ത്രികോണത്തിന് 3 വശങ്ങളാണ് അവിടെ തന്നിരിക്കുന്നത്, അളവുകളാണ് തന്നിരിക്കുന്നത്. ഇത് വെച്ച് ത്രികോണം വരക്കാൻ പറ്റുമെന്ന് നോക്കാം. ത്രികോണത്തിന്റെ വശങ്ങൾക്കൊരു പ്രത്യേകത ഉണ്ട്. അതായത് അതിന്റെ ഏത് 2 വശങ്ങളുടെയും അളവുകളുടെ തുക മൂന്നാമത്തേക്ക് വലുതായിരിക്കണം എന്നുള്ളതുണ്ട്. അപ്പോൾ ഇവിടെ BCയുടെ നീളം 4 സെന്റിമീറ്ററും AC-യുടെ നീളം 3 സെന്റിമീറ്ററുമാണ്. ഈ BC-യുടെയും AC-യുടെയും നീളം കൂട്ടിയാൽ 4 3 7 കിട്ടുക. ഈ 4 3 7 എന്ന് പറയുന്നത് 8 മൂന്നാമത്തെ വശമായിട്ട് പറയുന്നത്. അപ്പോൾ 4 + 3 8-നേക്കാൾ ചെറുതാണ്. ഈ മൂന്നാമത്തെ വശത്തേക്കാൾ ചെറുതാണ്. ഈ 2 വശങ്ങളുടെയും അളവുകളുടെ തുക മൂന്നാമത്തേന് വലുതായിരിക്കണം. അതാണ് ത്രികോണം വരയ്ക്കാനുള്ള കണ്ടീഷൻ 1. അപ്പോൾ 4 + 3 8-നേക്കാൾ ചെറുതായതുകൊണ്ട് ഒന്നാമത്തേന് വരയ്ക്കാൻ കഴിയില്ല. രണ്ടാമത്തത് AB 7 സെന്റിമീറ്റർ, BC 4 സെന്റിമീറ്റർ, കോൺ A 80 ഡിഗ്രിയാണ്. ഇവിടെ തന്നിരിക്കുന്നത് AB-യും BC-യും 2 വശം തന്നിട്ടുണ്ട്, ഒരു കോൺ തന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ തന്നിരിക്കുന്ന കോൺ എന്ന് പറയുന്നത് AB-യും BC-യും ആകുമ്പോൾ അവിടെ പൊതുവായിട്ട് വരുന്നത് B ആണ്. B എന്ന് പറയുന്ന കോണാണ് വരിക. അതുകൊണ്ട് കോൺ B ആണ് ഇവിടെ തരേണ്ടത്. കോൺ A തന്നു കഴിഞ്ഞാൽ വരയ്ക്കാൻ കഴിയില്ല. അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷൻ ശരിയാവില്ല. മൂന്നാമത്തത് AB 8.5, AC 4 സെന്റിമീറ്റർ, 2 വശമാണ്. കോൺ A 50 ഡിഗ്രി തന്നിട്ടുണ്ട്. ഇവിടെ AB AC അവിടെ പൊതുവായിട്ട് വരുന്നത് A ആണ്. അപ്പോൾ A എന്ന കോണാണ് തരേണ്ടത്. അത് തന്നെയാണ് ഇവിടെ തന്നിരിക്കുന്നതും. അതുകൊണ്ട് മൂന്നാമത്തേത് വെച്ച് വരക്കാൻ സാധിക്കും. പക്ഷെ ലാസ്റ്റത്തെ AB 6 സെന്റിമീറ്റർ ആണ്. കോൺ A 90 ഡിഗ്രി, കോൺ C 100 ഡിഗ്രിയാണ്. ഇവിടെ കോൺ A 90-ഉം കോൺ C 100 ആകുമ്പോൾ തന്നെ ഇവിടെ 2 കോൺ കൂട്ടിയാൽ 190 ഒരിക്കലും നമുക്ക് ത്രികോണത്തിന് 3 കോൺ കൂട്ടിയാൽ 150 ഡിഗ്രിയാണ്. അപ്പോൾ 190 2 കോൺ കൂട്ടിയാൽ 190 വരില്ല. അപ്പോൾ ഈ നാലാമത്തത് പറ്റില്ല. അതുകൊണ്ട് ഓപ്ഷൻ C ആണ് ഇവിടെ ശരിയായിട്ട് ഉത്തരം വരിക. 39ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. 1/5 + 2/5 + 3/5 + 4/5 + 5/5 ഈ തുകയുടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം ഏതാന്നുള്ളതാണ്. അപ്പോൾ അതിനുള്ള വഴി എന്ന് വെച്ചാൽ നമുക്ക് ഈ ഓരോന്നിന്റെയും ഒറ്റയുടെ സ്ഥാനത്തെ അക്കം ഏതാണ് കണ്ടെത്തണം. നമുക്ക് ആദ്യം 1/5 ആണ്. 1/5 1 × 1 × 1 × 1 × 1 അത് 5 പ്രാവശ്യം ഗുണിച്ചു കഴിഞ്ഞാൽ അവിടെ ഒറ്റയുടെ സ്ഥാനത്ത് 1 തന്നെ വരിക. പ്ലസ് 2/5 ആവും. 2 2 4, 4 8, 8 2 16, 16 32. അപ്പോൾ അവിടെ ഒറ്റയുടെ സ്ഥാനത്ത് 32 വരുമ്പോൾ 2 വരിക. പ്ലസ് 3/5 ആവുമ്പോൾ 3 × 3 × 3 × 3 × 3, 3 9, 9 27, 27 3 81, 81 × 3 241. അവിടെ ഒറ്റയുടെ സ്ഥാനത്ത് 3 വരിക. 253 3 പ്ലസ് 4/5 ആകുമ്പോൾ 4 × 4 × 4 × 4 × 4, 4 16, 16 64 × 200. അപ്പോൾ ഇവിടെ 4 × 4 16, ഇവിടെ 4 × 4 16 ഇൻറ്റു എത്ര വരും? 4 വരും. 17 256, 256-നെ 4 കൊണ്ട് ഗുണിക്കുക. 6 24 ബാക്കി 2, 4 20 22 ബാക്കി 2, 2 4 8 2 10, 1024 കിട്ടും. 15 1026 ആണ്.
ഒറ്റയുടെ സ്ഥാനത്ത് 4 വരും. പ്ലസ് 5:5. നമുക്ക് 5ന്റെ ഏത് കൃതി വന്നു കഴിഞ്ഞാൽ 1, 2, 3 ഏത് വന്നു കഴിഞ്ഞാലും ഒറ്റയുടെ സ്ഥാനത്ത് 5 തന്നെ വരും. അപ്പോൾ ഇവിടെ ഈ ഒരു പ്രത്യേകതയുണ്ട്. 1:5 ഒറ്റയുടെ സ്ഥാനത്ത് ഇതേ 1 വരുന്നത്. 2:5 ഒറ്റയുടെ സ്ഥാനത്ത് 2 വരിക. 3:5 ആകുമ്പോൾ 3 ഒറ്റയുടെ സ്ഥാനത്ത് വരിക. 4:5 ആകുമ്പോൾ 4 വരും. 5:5 ആകുമ്പോൾ 5 വരും. അപ്പോൾ ഇവിടെ തുക കണ്ടുപിടിച്ചാൽ 1, 2, 3 3, 3, 6, 4, 10, 15 കിട്ടുക. അപ്പോൾ 15ന്റെ ഒറ്റയുടെ സ്ഥാനത്തേക്കും 5 ആണ്. അതുകൊണ്ട് ഓപ്ഷൻ സി 5 എന്നാണ് ശരിയായിട്ട് വരുന്നത്. 40ാമത്തെ ചോദ്യം ഇതാണ്. സമചതുരം ABCDയുടെ വശങ്ങളുടെ മധ്യബിന്ദുക്കളാണ് PQRS. ഷെയ്ഡ് ഇല്ലാത്ത സ്ഥലം സമചതുരത്തിന്റെ എത്ര ഭാഗം വരുന്നുള്ളതാണ്. വളരെ ഈസിയായ ഒരു ചോദ്യമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഷെയ്ഡ് ചെയ്യാത്ത ഭാഗം എന്താണ് ഈ ഷെയ്ഡ് ചെയ്യാത്ത ഭാഗം ആകെയുള്ള ഈ സമചതുരം ABCDയുടെ എത്ര ഭാഗമാണെന്നുള്ളതാണ്. ഇവിടെ ABCDയുടെ ഓരോ വശത്തിന്റെ മധ്യബിന്ദുക്കളാണ് ഇവിടെ Pയും Qയും Rഉം S എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഇതിങ്ങോട്ട് യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ത്രികോണം കിട്ടും. ഈ ഒരു ത്രികോണം, 2 ത്രികോണം തുല്യമാണ്. അപ്പോൾ ഇവിടെ ഈ മൊത്തം ഷെയ്ഡ് ഭാഗത്തിന് ഈ ചെറിയ സമയം AS ഇവിടെ നമുക്ക് മറ്റോ കൊടുക്കുകയാണെങ്കിൽ ASOP എന്ന ഈ സമയത്തിന്റെ 4/3 ഭാഗമാണ് യഥാർത്ഥത്തിൽ ഷെയ്ഡ് ചെയ്യാൻ നിൽക്കുന്നത്. അതേപോലെ തന്നെ ഈ സമയത്തിന്റെ 4/3 ഭാഗമായിരിക്കും. 4/3 ഭാഗമാണ് ഇവിടെ ഷെയ്ഡ് ചെയ്യാത്തത്. ഇവിടെ അങ്ങനെ 4/3 ഭാഗമായിരിക്കും. ഇവിടെ അങ്ങനെ 4/3 ഭാഗമായിരിക്കും. അപ്പോൾ നമുക്കറിയാം ഈ സമയത്തിന്റെ ഓരോ ചെറിയ സമയത്തിന്റെയും 4/3 ഭാഗമാണ് ഷെയ്ഡ് ചെയ്യാതായിട്ടുള്ളത്. അതുകൊണ്ട് മൊത്തം സമയത്തിന്റെ 4/3 ഭാഗം തന്നെയായിരിക്കും ഈ ഷെയ്ഡ് ചെയ്യാതെ കിടക്കുന്നത്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ 3/4 അതാണ് ഇവിടെ ശരിയായിട്ട് ഉത്തരം വരുന്നത്. അവിടെ ഓപ്ഷൻ എത്ര വരും? ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓപ്ഷൻ ബി. 41ാമത്തെ ചോദ്യം. 250 രൂപയ്ക്ക് വാങ്ങിയ സാരിയുടെ പുറത്ത് ഒരു കടക്കാരൻ 8% ലാഭം എടുക്കാൻ ഉദ്ദേശിക്കുന്നു. 10% ഡിസ്കൗണ്ട് നൽകി വിൽക്കണമെങ്കിൽ സാരിയുടെ വില എത്രയെന്ന് രേഖപ്പെടുത്താം. ഇതാണ് ചോദ്യം. ഇവിടെ സാരിയുടെ വാങ്ങിയ വില എന്ന് പറയുന്നത് 250 രൂപയാണ്. 8% ലാഭം എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 8% ലാഭം എടുക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അയാൾ വിൽക്കേണ്ട വില എന്ന് പറയുന്നത് 250ന്റെ 8% എത്രയാണെന്ന് നോക്കുക. 8% 8/100 ഇത് എത്രയാണെന്ന് നോക്കിയാൽ നമുക്കറിയാം. ഇവിടെ ഒരു 0 പോകും. ഇവിടെ 25 × 8 എന്ന് പറഞ്ഞാൽ 200 ആണ്. 200/10 കിട്ടും. 200/10 20. അപ്പോൾ 20 രൂപയാണ് 8% ലാഭം എടുക്കണമെങ്കിൽ 20% അയാൾ അധികം എടുക്കണം. എന്ന് പറഞ്ഞാൽ 250 രൂപയ്ക്ക് വാങ്ങിയ സാരി 250 + 20 770 രൂപയ്ക്ക് അദ്ദേഹം വിൽക്കണം. എന്നാൽ മാത്രമേ 8% ലാഭം കിട്ടുള്ളൂ. പിന്നീട് പറയുന്നത് 10% ഡിസ്കൗണ്ട് നൽകി വിൽക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സാരിയുടെ പുറത്ത് നിശ്ചിത വില എഴുതണം, പരസ്യപ്പെടുത്തണം. അതേസമയത്ത് അവിടെ 10% ഡിസ്കൗണ്ട് ആണെന്ന് പറയും വേണം. അപ്പോൾ 10% ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഈ പരസ്യപ്പെടുത്തുന്ന വിലയുടെ 90% യഥാർത്ഥം എന്തെന്ന് ഈ 270 എന്ന് പറയുന്നത്. 250 രൂപയ്ക്കാണ് വാങ്ങിയത്. 8% ലാഭം. അപ്പോൾ 20 രൂപ ലാഭം കിട്ടണം. അപ്പോൾ വിൽക്കേണ്ടത് 270 രൂപയെ 270 രൂപ കിട്ടണം. പക്ഷെ 270 രൂപ കിട്ടും വേണം. അതേസമയത്ത് 10% ഡിസ്കൗണ്ട് ആണെന്ന് പറയും വേണം. അപ്പോൾ യഥാർത്ഥ പരസ്യപ്പെടുന്ന വില എത്രയാണോ അതിന്റെ 90% ആയിരിക്കും 270. അപ്പോൾ പരസ്യപ്പെടുന്ന വില X എന്ന് വെച്ചാൽ ഈ X എന്ന വിലയുടെ 90%, അങ്ങനെ 90/100 ആണ് ഈ 270 വരിക. പരസ്യപ്പെടുത്തുന്ന വില X ആണെങ്കിൽ Xന്റെ 90% 270. അപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെ എഴുതാം. ഈ 1 0 പോകും. അപ്പോൾ X × 9 9x/10 = 270 മാറും. അതായത് 9x = 270 × 10, അതായത് 9x 2700 ആവും. അതുകൊണ്ട് X എന്ന് പറയുന്നത് ഈ 2700 ഹരിക്കണം 9. ഇവിടെ ഈ 9 27 3 പ്രാവശ്യം പോകും. അപ്പോൾ 2700 300 പ്രാവശ്യം പോകും. അപ്പോൾ X 300 കിട്ടും. അപ്പോൾ 300 രൂപയാണ് അദ്ദേഹം പരസ്യപ്പെടുത്തേണ്ടത്. പരസ്യപ്പെടുത്തിയ വില അല്ലെങ്കിൽ സാരിയുടെ വില എത്രയാണ് രേഖപ്പെടുത്തേണ്ടത് 300 എന്നാണ്. എങ്കിൽ മാത്രമേ 10% ഡിസ്കൗണ്ട് എന്ന് പറയാൻ പറ്റൂ.
അടുത്തത് പെഡഗോജിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. പഠനവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ പിയാഷെ പ്രാധാന്യം കൊടുക്കാതിരുന്നത് ഏതിനാണ് ചോദ്യം. ഇവിടെ പ്രബലനം, ഇംഗ്ലീഷ് പറഞ്ഞ റീഇൻഫോഴ്സ്മെന്റ്, സ്വാംശീകരണം, സംസ്ഥാപനം, അസന്തുലിതാവസ്ഥ. പിയാഷെ പ്രാധാന്യം കൊടുക്കാതിരുന്ന ഈ കൂട്ടത്തിൽ റീഇൻഫോഴ്സ്മെന്റ് അല്ലെങ്കിൽ പ്രബലനത്തിലാണ്. അപ്പോൾ പ്രബലനം എന്നതാണ് ഇവിടെ ശരിയായ ഉത്തരമായിട്ട് വരിക. വേറെ ചോദ്യം, ഒരു വിദ്യാലയത്തിലെ 30 കുട്ടികളുടെ പ്രായം, ഇവിടെ 30 കുട്ടികളുടെ പ്രായം ഇവിടെ തന്നിട്ടുണ്ട്. ആവൃത്തി പട്ടിക തയ്യാറാക്കുമ്പോൾ ഏറ്റവും അനുയോജ്യമായ ആദ്യത്തെ 2 ക്ലാസ്സുകൾ ഏത് എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ നമ്മൾ ആവൃത്തി പട്ടിക തയ്യാറാക്കുമ്പോൾ നോക്കേണ്ടത്, ഒന്ന്, ഇത് ഏറ്റവും കുറഞ്ഞ വില ഏതാണ്, ഏറ്റവും കൂടിയ വില ഏതാണെന്നുള്ളത്. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഏറ്റവും കുറഞ്ഞ വില എന്ന് പറഞ്ഞാൽ 6 ഏറ്റവും കൂടിയ വില എന്ന് പറഞ്ഞാൽ 15. അപ്പോൾ 6ഉം 5ഉം ഉൾപ്പെടുന്ന തരത്തിലുള്ള ക്ലാസ് ആയിട്ട് അതിനെ തിരിക്കണം. അപ്പോൾ ക്ലാസ് ഇന്റർവെൽ ഇപ്പോൾ ഒരു 5 എടുക്കുന്ന സമയത്ത് നമുക്കൊരു 3 ക്ലാസ് ഒക്കെ ആക്കാൻ പറ്റുമോ അവിടെ. അപ്പോൾ ഇവിടെ ഒരു ക്ലാസ് ഇന്റർവെൽ കുറച്ച് ചെറുതാക്കുക. ഇപ്പോൾ ഒരു 6 മുതൽ 8 വരെ ആ രീതിയിൽ ഒരു 2 ക്ലാസ് അന്തരം വരുന്ന രീതിയിൽ ക്ലാസ് ആക്കുന്ന ഉചിതം. എന്നാൽ ഈ പറഞ്ഞ 6ഉം 15ഉം ഒക്കെ ഉൾപ്പെടും വേണം. അപ്പോൾ നമുക്ക് ഏറ്റവും അനുയോജ്യമായത് ഇപ്പോൾ 0 to 0 മുതൽ 5 വരെ, 5 മുതൽ 10 വരെ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യത്തെ ക്ലാസ് 0 മുതൽ 5 വരെ അവിടെ ഉണ്ടാവില്ല, കുട്ടികളെ ഉണ്ടാവില്ല. കാരണം ഏറ്റവും കുറഞ്ഞത് 6. അപ്പോൾ അതുകൊണ്ട് എണ്ണം അവിടെ ഉണ്ടാവില്ല. അപ്പോൾ ഇത് എടുക്കില്ല. 1 മുതൽ 5 വരെ ആകുമ്പോൾ അങ്ങനെ. അപ്പോൾ അടുത്തത് 6 മുതൽ 8 വരെ, 8 മുതൽ 10 വരെ, അടുത്ത 10 മുതൽ 12 വരെ, 12 മുതൽ 14 വരെ, 14 മുതൽ 16 വരെ ഇങ്ങനെ ഉൾപ്പെടുന്ന സമയത്ത് 14 മുതൽ 16 വരെ ആകുമ്പോൾ 14, 15 ഉൾപ്പെടും, 16 വേണ്ട. അപ്പോൾ നമുക്ക് 15 വരെ വേണ്ടുന്നതാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് എടുക്കാവുന്ന ഒരു ക്ലാസ് എന്ന് പറയുന്നത് 6 മുതൽ 8 വരെ, 8 മുതൽ 10 വരെ ആദ്യത്തെ 2, പിന്നെ 10 മുതൽ 12, 12 മുതൽ 14, 14 മുതൽ 16 ആ രീതിയിൽ നമുക്ക് ക്ലാസ്സിരിക്കുന്ന ഏറ്റവും ഉചിതമായിട്ട് തോന്നുന്നു. അതുകൊണ്ട് സി ആണ് ഇവിടെ ഓപ്ഷൻ ആയിട്ട് വരിക. ഓപ്ഷൻ സി ഉത്തരം. മാത്സ് പെഡഗോജിയുമായിട്ട് ബന്ധപ്പെട്ട വേറൊരു ചോദ്യമാണ്. കുട്ടിയുടെ തെറ്റുകൾ കണ്ടെത്തി പരിഹാരബോധനം നൽകണമെന്ന് നിർബന്ധിതമായി പറയുന്നത് ഏതിനു ശേഷമാണ്? കുട്ടിയുടെ തെറ്റുകൾ കണ്ടെത്തി പരിഹാരബോധനം നൽകണമെന്ന് നിർബന്ധിതമായി പറയുന്നത് ഏതിനു ശേഷമാണ്? സമഗ്ര മൂല്യനിർണ്ണയം, ആത്യന്തിക മൂല്യനിർണ്ണയം, സിദ്ധിശോധകം, നിദാനശോധകം, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്. അപ്പോൾ നിദാനശോധകമാണ് ഉത്തരമായിട്ട് വരിക. കുട്ടിയുടെ തെറ്റുകൾ കണ്ടെത്തി പരിഹാരബോധം നൽകണമെന്ന് പറയുന്നത് നിദാനശോധനത്തിന് ശേഷമാണ്. അപ്പോൾ ഡി ആണ് ഇവിടെ ശരിയായിട്ട് വരുന്ന ഉത്തരം. മറ്റൊരു ചോദ്യം, ഭിന്നസംഖ്യയെ പരിചയപ്പെടുത്തുന്ന ഒരു ക്ലാസ് മുറിയിൽ അധ്യാപിക ആദ്യം ചെയ്യേണ്ട പ്രവർത്തനം ഏതാണെന്നുള്ളതാണ്. ഇവിടെ 4 ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ വായിക്കാം. ഒന്നാമത്തത് 1/2 കൂട്ടം 1/3 സമം 2/5 അല്ല എന്ന ധാരണ നൽകുന്നു. രണ്ടാമത്തത് തന്നിരിക്കുന്ന ഭിന്നങ്ങളുടെ തുല്യമായ മറ്റ് ഭിന്നങ്ങൾ കണ്ടെത്തുന്നു. മൂന്നാമത്തത് ഒരു വസ്തു 2 തുല്യ ഭാഗങ്ങളാക്കിയതിൽ ഒരു ഭാഗത്തിനെ 2/1 എന്ന് പറയുന്നു. 2 ഭിന്നസംഖ്യകളിൽ വലുത്, ചെറുത് എന്നിവ കണ്ടെത്തുന്നു. ഈ 4 ഓപ്ഷൻസിൽ ഭിന്നസംഖ്യയെ പരിചയപ്പെടുത്തുന്ന ഒരു ക്ലാസ് മുറിയിൽ അധ്യാപിക ആദ്യം ചെയ്യുന്ന പ്രവർത്തനം ഏതാണ് എന്നുള്ളതാണ്. നമുക്ക് ഭിന്നസംഖ്യ പരിചയപ്പെടുത്തുമ്പോൾ ഏറ്റവും ആദ്യം ചെയ്യുന്നത് ഒരു മുഴുവൻ വസ്തുവിനെ, ഇതാണ് ഒരു മുഴുവൻ വസ്തു എന്നിരിക്കാം. ആ വസ്തുവിനെ 2 തുല്യ ഭാഗങ്ങളാക്കിയാൽ ഒരു ഭാഗത്തിന് ഈ ആകെയുള്ളതിൻ്റെ 2/1 ഭാഗമാണ്, അപ്പോൾ മറ്റേത് 2/1 ഭാഗമാണ്. ഇങ്ങനെയാണ് നമ്മൾ ആദ്യം ഭിന്നസംഖ്യ പരിചയപ്പെടുത്തുമ്പോൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ മൂന്നാമത്തെ ഉത്തരം, അതായത് സി, ഒരു വസ്തു 2 തുല്യ ഭാഗങ്ങളാക്കിയതിൽ ഒരു ഭാഗത്തിനെ 2/1 എന്ന് പറയുന്നു എന്നതാണ് ശരിയായ ഉത്തരം. ഓപ്ഷൻ സി ആണ്. അടുത്ത ചോദ്യം, ഒരു ക്ലാസ്സിൽ 30 കുട്ടികളുള്ള ക്ലാസ്സിലെ കുട്ടികളുടെയും ക്ലാസ് ടീച്ചറുടെയും ചേർത്തുള്ള ശരാശരി പ്രായം 12 വയസ്സായിരുന്നു. 56 വയസ്സിൽ ടീച്ചർ റിട്ടയർ ചെയ്യുകയും പകരം പുതിയൊരു ടീച്ചർ ചുമതലയേൽക്കുകയും ചെയ്തപ്പോൾ ശരാശരി പ്രായം 11 വയസ്സായി. പുതുതായി വന്ന ടീച്ചറുടെ പ്രായം എത്ര എന്നുള്ളതാണ് ചോദ്യം. ചോദ്യത്തിൽ ഷോർട്ടായിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഒരു ക്ലാസ്സിൽ ആകെ 30 കുട്ടികളുണ്ട്. ടീച്ചർ ഉൾപ്പെടെ
അവരുടെ ശരാശരി വയസ്സ് എന്ന് പറഞ്ഞാൽ 12 ആണ്. എന്ന് പറഞ്ഞാൽ 31 ആളുടെ ശരാശരി വയസ്സാണ് 12. ടീച്ചർ ഉൾപ്പെടെ 12 ആണ് ശരാശരി വയസ്സ്. 56 വയസ്സുള്ള ടീച്ചർ റിട്ടയർ ചെയ്ത് പുതിയ ടീച്ചർ വന്നപ്പോൾ ശരാശരി പ്രായം 11 എങ്കിൽ പുതുതായി വന്ന ടീച്ചറുടെ പ്രായം എത്ര എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ഇത് ഉത്തരം നടക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം 30 കുട്ടികളും ഈ ഒരു ടീച്ചർ ഉൾപ്പെടെ ശരാശരി വയസ്സ് 12 ആയതുകൊണ്ട് ആ 31 പേരുടെ ആകെ വയസ്സ് എത്ര നോക്കാം. 31 പേരുടെ ആകെ വയസ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം ശരാശരി വയസ്സിലെ എണ്ണം കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ ശരാശരി വയസ്സ് 12 ആണ്. 12 ഇൻറ്റു 31 ആണ് കണക്കാക്കേണ്ടത്. 12 31 എത്രയെന്ന് വെച്ചാൽ 10 31 310 2 31 62. അപ്പോൾ കൂട്ടിയാൽ 2 7 3 372 ആണ് ഇവിടെ 31 പേരുടെ ആകെ വയസ്സ്. പിന്നെ എന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ 56 വയസ്സുള്ള ടീച്ചർ റിട്ടയർ ചെയ്തു. റിട്ടയർ ചെയ്യുമ്പോൾ ആ വയസ്സ് അങ്ങോട്ട് കുറക്കുക. അപ്പോൾ 56 വയസ്സുള്ള ടീച്ചർ റിട്ടയർ ചെയ്യുമ്പോൾ ബാക്കി 30 പേരുടെ ആകെ വയസ്സ്, കുട്ടികളുടെ മാത്രം 30 പേരുടെ ആകെ വയസ്സ് എന്ന് പറയുന്നത് 372 എന്ത് ചെയ്താൽ മതി, ഈ 56 അങ്ങോട്ട് കുറച്ചാൽ മതി. 372 56 കുറച്ച് എന്ത് കിട്ടും, ഇവിടെ 6 1 3 316 കിട്ടുക. അപ്പോൾ 316 ആണ് 30 കുട്ടികളുടെ മാത്രം വയസ്സ് 316. ഇനി എന്ത് ചെയ്തു, പുതുതായി ഒരു ടീച്ചർ വന്നു. ആ ടീച്ചർ പ്രായം അറിയില്ല, പക്ഷെ ശരാശരി 11 എന്ന് പറയുന്നുണ്ട്. അതായത് ടീച്ചർ ഉൾപ്പെടെ 31 ആണോ, 31 വരുമ്പോൾ 31 ശരാശരി എത്ര നോക്കുക. രണ്ടാമത് വന്ന ടീച്ചർ ഉൾപ്പെടെയുള്ള 31 പേരുടെ ശരാശരി വയസ്സ് 11 ആയതുകൊണ്ട് ആകെ വയസ്സ് എന്ന് പറഞ്ഞാൽ 31 ഗുണിക്കാൻ 11 ആയിരിക്കും. ഇത് എത്ര കിട്ടും, 10 31 310 ഒരു 31 31. അപ്പോൾ 341 ആണ് ആകെ വയസ്സ്. അതിയുടെ ഈ പുതുതായി വന്ന ടീച്ചറുടെയും 30 കുട്ടികളുടെയും ആകെ വയസ്സ് 341 ആണ്. നേരത്തെ നമ്മൾ കണ്ടെത്തി 30 കുട്ടികളുടെ മാത്രം വയസ്സ് 316 ആണ്. അതുകൊണ്ട് പുതുതായി വന്ന ടീച്ചറുടെ പ്രായം എന്ന് പറയുന്നത് 341 ആണ്. ടീച്ചർ ഉൾപ്പെടെയുള്ള കുട്ടികളും ടീച്ചറും ഉൾപ്പെട്ട പ്രായം. ആ 347 കുറക്കുക, 316 കുറക്കുക. 316 30 കുട്ടിയുടെ മാത്രം പ്രായമാണ്. അപ്പോൾ 341 316 കുറച്ചാൽ നമുക്ക് 25 കിട്ടും. ഈ 25 പുതുതായി വന്ന ടീച്ചറുടെ പ്രായം. അപ്പോൾ ഓപ്ഷൻ എ 25 എന്നാണ് ശരിയായ ഉത്തരമായിട്ട് വരിക. 47ാമത്തെ ചോദ്യം, 80% ഗാഢതയുള്ള 5 ലിറ്റർ ആസിഡ് 50% ഗാഢതയുള്ളതാക്കി മാറ്റണമെങ്കിൽ എത്ര ലിറ്റർ വെള്ളം ചേർക്കണം എന്നുള്ളതാണ് ചോദ്യം. 80% ഗാഢതയുള്ള 5 ലിറ്റർ ആസിഡ് 50% ഗാഢതയുള്ളതാക്കി മാറ്റണമെങ്കിൽ എത്ര ലിറ്റർ വെള്ളം ചേർക്കണം. അപ്പോൾ നമുക്ക് ഈ കണക്കിന് ചെയ്യാം. 80% ഗാഢതയുള്ള 5 ലിറ്റർ വെള്ളമാണ് ഉള്ളത്. അപ്പോൾ നമുക്കതിനെ 50% ഗാഢതയാക്കി മാറ്റണം. അപ്പോൾ എത്ര ലിറ്റർ വെള്ളത്തിൽ ഈ 80% 5 ലിറ്റർ വെള്ളത്തിൽ 80% ഗാഢതയ്ക്ക് സമാനമായിട്ടുള്ള അതേ ഗാഢത 50% ആവുമ്പോൾ എത്ര ലിറ്ററിൽ കാണും എന്നാണ് ഉത്തരം കണ്ടെത്തേണ്ടത്. അതിനുള്ള വഴി ഈ 80ഉം 5 തമ്മിൽ ഗുണിക്കുക. അപ്പോൾ എന്നിട്ടും 80 × 5 ഇത് സമമായിരിക്കും 50 × x. 80 × 80% × 5 എന്ന് ഉദ്ദേശിക്കുന്നത് 50% × x തുല്യമാണ്. അതുകൊണ്ട് x എന്ന് പറയുന്നത് 80 ഗുണിക്കണം 5 ഹരിക്കണം 50 വരും സമം ഇവിടെ ഒരു 0 പോകും. അപ്പോൾ ഈ 5 ഒരു പ്രാവശ്യം 8 കിട്ടും. അപ്പോൾ 8 ലിറ്ററാണ് 50% ഗാഢതയിൽ 8 ലിറ്ററിന് തുല്യമായിരിക്കും 80% ഗാഢത 5 ലിറ്റർ എന്നാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 5 ലിറ്റർ നേരത്തെ ഉണ്ട്. അപ്പോൾ എത്ര കൂട്ടുന്ന ചോദ്യം, എത്ര ഗാഢതകളൊക്കെ മാറ്റണമെങ്കിൽ എത്ര ലിറ്റർ വെള്ളം ചേർക്കണമെന്നാണ്. അപ്പോൾ 50% 8 ലിറ്ററിൽ ഉണ്ടായാൽ മാത്രമേ ഈ 80% 5 ലിറ്റർ തുല്യമായിട്ട് വരൂ. അതുകൊണ്ട് 3 ലിറ്റർ അധികം ചേർക്കണം. അതായത് 8 കുറക്കണം 5, അതായത് 3 ലിറ്റർ വെള്ളം അധികം ചേർക്കേണ്ടതുണ്ട്. അതാണ് ഉത്തരം. അപ്പോൾ ഓപ്ഷൻ ബി 3 എന്നാണ് ശരിയായ ഉത്തരമായിട്ട് വരിക. അടുത്ത ചോദ്യം, ഒരു സമബഹുഭുജത്തിന്റെ ഒരു ആന്തരകോൺ 150 ഡിഗ്രിയാണ്.
ഈ ബഹുഭുജത്തിന് എത്ര വശങ്ങളുണ്ട്? ഒരു ചോദ്യത്തിൽ രൂപം സമബഹുഭുജമാണ് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ സമബഹുഭുജത്തിന്റെ പ്രത്യേകത എന്താണ്? പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഏതൊരു ബഹുഭുജത്തിന്റെയും പുറംകോണുകളുടെ അളവുകളുടെ തുക 360 ഡിഗ്രിയാണ്. അതായത് ബാഹ്യകോണുകളുടെ അളവുകളുടെ തുക 360 ഡിഗ്രിയാണ്. ഒരു ആന്തരകോൺ 180 ചോദ്യത്തിൽ പറയുന്നുണ്ട്. ഈ ഒരു 180 ഡിഗ്രിയാണ് ആന്തരകോണെങ്കിൽ അതിന്റെ പുറംകോൺ എന്ന് പറയുന്നത് 30 ഡിഗ്രി ആയിരിക്കും. കാരണം ആന്തരകോണിന്റെയും ബാഹ്യകോണിന്റെയും അളവുകളുടെ തുക 180 ഡിഗ്രി ആയതുകൊണ്ട് ആന്തരകോൺ 180 ഡിഗ്രി ആണെങ്കിൽ അതിന്റെ പുറംകോൺ അല്ലെങ്കിൽ ബാഹ്യകോൺ എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്. മാത്രമല്ല സമഭുജത്തിന്റെ പുറംകോണുകൾക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്. പുറംകോണുകളെല്ലാം തുല്യ അളവുള്ളവയായിരിക്കും. ഇപ്പൊ രണ്ട് കാര്യം അറിയാം. പുറംകോണുകളെല്ലാം 30 ഡിഗ്രി വീതമായ എല്ലാ കോണും 30 ഡിഗ്രി വീതമാണെന്നും ഈ പുറംകോണുകളുടെ ആകെ തുക എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണെന്നും അറിയാം. അപ്പോ എത്ര 30 ഡിഗ്രി ചേർന്നാൽ 360 ആവും നോക്കാൻ വേണ്ടിയിട്ട് നമുക്കറിയാം 360നെ 30 കൊണ്ട് ഹരിച്ചാൽ മതിയാവും. അതായത് 12 കിട്ടും. അപ്പോൾ കോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് 12. 12 30 360. അപ്പോൾ 30 ഡിഗ്രി വീതമുള്ള 12 കോണുകൾ ചേർന്നിട്ടാണ് 360 ഡിഗ്രി എന്ന് പറയുന്നത് പുറംകോണ് ആകെ തുക കിട്ടുന്നത്. അപ്പോൾ കോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് 12 കോണുകൾ എത്രയുണ്ടോ അത്രയായിരിക്കും വശങ്ങൾ ഉണ്ടാവുക. അപ്പോൾ വശങ്ങൾ എന്ന് പറയുന്നത് 12 ആയിരിക്കും. അതുകൊണ്ട് C 12 എന്നാണ് ഉത്തരമായിട്ട് വരിക. അടുത്ത ഒരു ലളിതമായ ചോദ്യമാണ്. അതായത് ഗണിത പഠനത്തിന് ഉപയോഗിക്കുന്ന ആപ്ലെറ്റ് ഏതാതുള്ളതാണ്? ഏത് ആപ്ലെറ്റ് ആണ് ഗണിത പഠനത്തിന് ഉപയോഗിക്കുക? സെലസ്റ്റി ആണോ, സൺക്ലോക്ക് ആണോ, ജിയോജിബ്ര ആണോ, മാർബിൾ ആണോ? അത് വളരെ ഫെമിലിയർ ആയ ഒരു ചോദ്യമാണ്. ജിയോജിബ്രയാണ് ഇവിടെ ഗണിത പഠനത്തിന് ഉപയോഗിക്കുന്ന ആപ്ലെറ്റ്. ഉത്തരം സി, ഓപ്ഷൻ സി ആണ് ജിയോജിബ്ര. 50ാമത്തെ ചോദ്യം. 500 മീറ്റർ നീളമുള്ള ട്രെയിൻ ഒരു മിനിറ്റിൽ 1500 മീറ്റർ സഞ്ചരിക്കുന്നു. ഒരു ഇലക്ട്രിക് പോസ്റ്റ് മറികടക്കാൻ ട്രെയിൻ എത്ര സമയമെടുക്കും? ഇവിടെ ഓപ്ഷൻ 20, 25, 30, 36 ഇതെല്ലാം സെക്കൻഡിലാണ് ഉള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനൊരു ചോദ്യം കാണുമ്പോൾ വേഗത, ഇവിടെ ട്രെയിനിന്റെ വേഗത പറയുന്നത് 1500 മീറ്റർ ഒരു മിനിറ്റിലെന്നാണ്. അപ്പോൾ തീർച്ചയായിട്ടും വേഗത എന്ത് ചെയ്യണം? അത് സെക്കൻഡിലേക്ക് മാറ്റണം. അതായത് മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റണം. അപ്പോൾ 1500 മീറ്റർ ഒരു മിനിറ്റിലാണെങ്കിൽ അതിന് സെക്കൻഡിലേക്ക് മാറ്റുമ്പോൾ 1500 മീറ്റർ എത്ര സെക്കൻഡിലാണ്? 60 സെക്കൻഡിലാണ്. 1500 മീറ്റർ ഒരു മിനിറ്റിൽ 60 സെക്കൻഡാണ്. അപ്പോൾ 1500 മീറ്റർ 60 സെക്കൻഡിൽ എന്ന് പറഞ്ഞാൽ അവിടെ ലഘൂകരിച്ചാൽ 150/6 കിട്ടും. അപ്പോൾ 25 മീറ്റർ പെർ സെക്കൻഡ് ഇതാണ് വേഗത. മിനിറ്റിൽ 1500 മീറ്റർ എന്ന് പറയുന്നതും സെക്കൻഡിൽ 25 മീറ്റർ എന്ന് പറയുന്നതും ഒരേ അർത്ഥമാണ്. അപ്പോൾ വേഗത നമുക്കിവിടെ കിട്ടിക്കഴിഞ്ഞു. ഇനി ഇവിടെ 500 മീറ്റർ നീളമുള്ള ട്രെയിനാണ് ഇവിടെ പാസ് ചെയ്യുന്നത്. ഇതാണ് ഒരു ഇലക്ട്രിക് പോസ്റ്റ് ആണ്. ഒരു ഇലക്ട്രിക് പോസ്റ്റ് കടന്നു പോകുന്ന ഒരു ഇലക്ട്രിക് പോസ്റ്റിന്റെ അവിടെ കനം അല്ലെങ്കിൽ വണ്ണം പറയുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ആ ഇലക്ട്രിക് പോസ്റ്റ് കടന്നു പോകാൻ എടുക്കുന്ന ഇലക്ട്രിക് പോസ്റ്റ് കടക്കുന്ന ദൂരം എന്ന് പറയുന്നത് ആ ട്രെയിനിന്റെ ദൂരം തന്നെയായിരിക്കും. അപ്പോൾ ഇവിടെ സഞ്ചരിക്കുന്ന ദൂരം എന്ന് പറയുന്നത് എന്താണ്? 500 മീറ്റർ ആണ്. അപ്പോൾ ഇനി എന്ത് കണ്ടെത്തണം? 500 മീറ്റർ ദൂരം 25 മീറ്റർ പെർ സെക്കൻഡ് വേഗതയിൽ പോയാൽ സഞ്ചരിക്കാനുള്ള സമയം എന്ന് പറയുന്നത് നമുക്കറിയാം ദൂരം ബൈ വേഗതയാണ്. അപ്പോൾ 500 സമയം എന്ന് പറയുന്നത് ദൂരം ബൈ വേഗത 500/25 ആണ്. അതായത് 500 20 എത്ര പ്രാവശ്യം പോകും? 25 50 2 പ്രാവശ്യം പോകും. 500 20 പ്രാവശ്യം പോകും. അപ്പോൾ 20 സെക്കൻഡാണ് ഇവിടെ ഉത്തരമായിട്ട് വരിക. 20 സെക്കൻഡ് കൊണ്ട് ഈ ഇലക്ട്രിക് പോസ്റ്റ് കടന്നു പോകുന്നത് കണ്ടെത്താൻ വേണ്ടി പറ്റും. ഇവിടെ ഉത്തരം എ 20 സെക്കൻഡാണ്. മാത്സ് പെഡഗോജിയുമായി ബന്ധപ്പെട്ട വേറൊരു ചോദ്യം. ബോധനശാസ്ത്രപരമായ ഉള്ളടക്ക അപഗ്രഥനം നടത്തുന്നതിന്റെ പ്രധാന ലക്ഷ്യം അല്ലാത്തത് ഏതെന്നുള്ളതാണ്. ഒന്നാമത്തെ ഓപ്ഷൻ ചോദ്യമാതൃകകൾ തീരുമാനിക്കുന്നതിന്, ബി പ്രക്രിയാശേഷികൾ നിശ്ചയിക്കുന്നതിന്, സി ധാരണകൾ നേരിടുന്നതിന്, ഡി പഠനപ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിന്. ബോധനശാസ്ത്രപരമായ ഉള്ളടക്ക അപഗ്രഥനം നടത്തുന്നതിന്റെ പ്രധാന ലക്ഷ്യമല്ലാതെ ഏതെന്ന ചോദ്യമാണ്. ഇവിടെ എൻ്റെ ആൻസറായിട്ട് വരുന്നത് ചോദ്യമാതൃകകൾ തീരുമാനിക്കുന്നതിന്, ടു ഡിസൈഡ് ഫോം ഓഫ് ക്വസ്റ്റ്യൻ, ഇതാണ് ഇതിന്റെ ഉത്തരമായിട്ട് വരിക. അപ്പോൾ ഓപ്ഷൻ എ ആണ് ശരിയായിട്ട് വരിക. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരമായിട്ട് ഇവിടെ വരിക.
അപ്പോൾ അടുത്ത ചോദ്യം ഇതാണ്. ചിത്രത്തിൽ എൽ എം എന്നിവയും എൻ പി എന്നിവയും സമാന്തര വരകളാണ്. എൽ എന്ന വരയും എം എന്ന വരയും സമാന്തരമാണ്. എൻ എന്ന വരയും പി എന്ന വരയും സമാന്തരമാണ്. കോൺ എക്സ് എത്ര ഡിഗ്രിയാണ്? ഇവിടെ എക്സ് എന്നൊരു കോൺ ഉണ്ട്. ഇവിടെ ഇത് എത്ര എന്നാ ചോദ്യം. ഇത് കണ്ടെത്തണം. ഇവിടെ 4 ഓപ്ഷൻ ഉണ്ട്. 50 ഡിഗ്രി, ഒന്നാമത്തെ 50 ഡിഗ്രി എന്ന ഓപ്ഷൻ ഉണ്ട്. രണ്ടാമത്തെ 60 ഡിഗ്രി ഉണ്ട്. മൂന്നാമത്തെ 70 ഡിഗ്രി, നാലാമത്തെ 80 ഡിഗ്രി. ഇത് ഏതാണ് ശരിയെന്നാണ് എഴുതേണ്ടത്. നമുക്ക് 2 സമാന്തര വരകളാണ്. അപ്പോൾ ഇതിപ്പോൾ 70 ഡിഗ്രി ആയതുകൊണ്ട് നേരെ എതിർ കോണാണ്. അപ്പോൾ ഈ കോണത്തിലേക്കും 70 ഡിഗ്രി ആയിരിക്കും. അതുപോലെ ഇത് 50 ഡിഗ്രി ആയതുകൊണ്ട് ഇതിന് നേരെ എതിരെ കോണത്തിലായിരിക്കും 50 ഡിഗ്രി ആയിരിക്കും. ഇത് 70 ആകുമ്പോൾ ഇത് 70 ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. ഇതും അങ്ങനെ 50 ആകുമ്പോൾ ഇത് 50. നമുക്ക് എവിടെ ഒരു ത്രികോണം കിട്ടുക. ഈ ത്രികോണത്തിന്റെ 1, 2 മൂന്നാമത്തെ ഈ കോണം കണ്ടെത്താൻ പറ്റും. 2 കോൺ 70, 50. 70 എന്ന് കൂട്ടിയാൽ 100 ആയി. 100 ആകുമ്പോൾ തീർച്ചയായിട്ടും ഇതിനകത്തേക്കും 60 ഡിഗ്രി ആയിരിക്കും. 3 കോൺ കൂട്ടിയാൽ 150 ഡിഗ്രിയാണ്. അപ്പോൾ ഇത് 60 ഡിഗ്രി ആകുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ ഇവിടെ എക്സ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ എക്സ് 60 തുല്യമായിരിക്കും. അപ്പോൾ ഇവിടെ എക്സ് എന്നത് 60 ഡിഗ്രി തുല്യമാണ് ഓപ്പോസിറ്റ് ആംഗിൾസ് ആയതുകൊണ്ട്. അതുകൊണ്ട് ബി, ഓപ്ഷൻ ബി 60 ഡിഗ്രി എന്നാണ് ശരിയായ ഉത്തരമായിട്ട് ഇവിടെ വരിക. മറ്റൊരു ചോദ്യം. x/3 മൈനസ് x/2 സമം 1/3 പ്ലസ് 1/2 ആയാൽ എക്സിന്റെ വില എന്താണെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്കറിയാം x/3 മൈനസ് x/2 എന്ന് പറയുന്നത് 1/3 പ്ലസ് 1/2 ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് കുറക്കുക? ഇവിടെ 3ന്റെയും 2ന്റെയും LCM അല്ലെങ്കിൽ ലസാഗു 6 ആണ്. ഈ 6ല് 3 2 പ്രാവശ്യം പോകും. 2 x 2x 2x മൈനസ് 6ൽ 2 3 പ്രാവശ്യം 3 x 3x സമം ഇത് ലഘൂകരിച്ചാൽ 3 2 LCM 6 തന്നെ. 6ൽ 3 2 പ്രാവശ്യം 2 × 1 2 പ്ലസ് 6ൽ 2 3 പ്രാവശ്യം 3 × 1 3. അപ്പോൾ 2x നിന്ന് 3x കുറച്ചാൽ നെഗറ്റീവ് x ആണ്. അപ്പോൾ നെഗറ്റീവ് x/6 സമം 2 3 കൂട്ടി 5 5/6 എന്ന് കിട്ടും. ഈ താരതമ്യപ്പെടുത്തിയാൽ ഇത് രണ്ടും ഛേദം ഒരേപോലെയാണ്. അപ്പോൾ നെഗറ്റീവ് x/6 സമം 5/6 ആയതുകൊണ്ട് ഈ നെഗറ്റീവ് എക്സിന്റെ സ്ഥാനത്ത് എന്താ കിട്ടുക? നമുക്ക് 5 എന്ന് കിട്ടും. നെഗറ്റീവ് എക്സ് 5 ആണെങ്കിൽ എക്സ് എന്നത് നേരെ തിരിച്ച് നെഗറ്റീവ് അപ്പുറം എടുക്കും. അപ്പോൾ നെഗറ്റീവ് 5 എന്ന് കിട്ടും. അപ്പോൾ എക്സ് നെഗറ്റീവ് x 5, അവിടെ എക്സ് നെഗറ്റീവ് 5 കിട്ടും. ഓപ്ഷൻ ഡി നെഗറ്റീവ് 5 എന്നാണ് ശരിയായ ഉത്തരമായിട്ട് വരിക. 54ാമത്തെ ചോദ്യം. ഈ ഒരു ചിത്രം ഇവിടെ തന്നിട്ടുണ്ട്. ഏത് ഗണിതാശയമാണ് ഈ ചിത്രത്തിൽ നിന്ന് രൂപീകരിക്കാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. 4 ഓപ്ഷൻ ഉണ്ട്. ഒന്നാമത്തത് 1 മുതലുള്ള തുടർച്ചയായ എണ്ണസംഖ്യയുടെ തുക. രണ്ടാമത്തത് 1 മുതലുള്ള തുടർച്ചയായ ഒറ്റ സംഖ്യയുടെ തുക. മൂന്നാമത്തത് 2 മുതലുള്ള തുടർച്ചയായ ഇരട്ട സംഖ്യയുടെ തുക. ഡി ഇവയൊന്നുമല്ല. ഇങ്ങനെ 4 ഓപ്ഷനാണ് ഉള്ളത്. അപ്പോൾ നമുക്കറിയാം ഇതിപ്പോ 1 മുതൽ തുടർച്ചയായ ഒറ്റ. ഒന്നാമത്തത് 1. രണ്ടാമത്തേത് നോക്കൂ 1 ഉം 2 ഉം 1 2 3 4. അപ്പോൾ 3 കൂടി കൂട്ടിയാൽ 4 വരും. അടുത്തത് 1 2 3 1 2 3 4 5 6. ഇവിടെ 6 വരിക. 6ഉം ഇവിടുത്തെ 4 കൂട്ടിയ 10. അടുത്ത നേരം വരിക 1 2 3 4 1 2 3 4 5 6 7 8 9 10. 10ഉം ഇതിനോട് എത്ര കൂട്ടണം നമുക്ക്? 10 3 13 15 17 18 19. 1 3 5 7 9 ഇങ്ങനെയുള്ള ഒറ്റ സംഖ്യയുടെ തുകയായിട്ട് വരിക. 1 1ന്റെ 3 കൂട്ടിയാൽ 4. ഇവിടെ 4 വരും. അടുത്തത് 1 3 5 കൂട്ടി അവിടെ അടുത്ത സ്ക്വയർ ആയിട്ട് ഒരു ഭാഗം വരുന്നുള്ളൂ. 9 വരും. പിന്നെ അടുത്തത് 1 3 5 7 കൂട്ടി 1 3 4 5 9 7 16. 4 16 ഈ രൂപത്തിലാണ് വരിക. അതുകൊണ്ട് ഈ ഓപ്ഷൻ രണ്ടാമത്തത് 1 മുതലുള്ള തുടർച്ചയായ ഒറ്റ സംഖ്യയുടെ തുക എന്നുള്ളതാണ് ഇവിടെ ശരിയായ ഉത്തരം വരിക. അപ്പോൾ 54ാമത്തെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. ബി. മറ്റൊരു ചോദ്യം. പിയാഷെയുടെ സിദ്ധാന്തപ്രകാരം ഗണിതത്തിലെ അമൂർത്തമായ ആശയങ്ങൾ പഠിക്കാൻ, അത് അബ്സ്ട്രാക്റ്റായ കോൺസെപ്റ്റ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും അനുയോജ്യമായ കാലഘട്ടം ഏതാണെന്നുള്ളതാണ്. അതിൽ പ്രാഗ്മനോവ്യാപാര ഘട്ടമാണോ, അല്ലെങ്കിൽ ഇന്ദ്രിയ ചാലഘട്ടമാണോ, ഔപചാരിക മനോവ്യാപാര ഘട്ടമാണോ, അല്ലെങ്കിൽ മനോവ്യാപാര ഘട്ടമാണോ എന്നുള്ളതാണ് ചോദ്യം. ഇത് പിയാഷെയുടെ സിദ്ധാന്തപ്രകാരം ഗണിതത്തിൽ അമൂർത്തമായ ആശയങ്ങൾ പഠിക്കാൻ ഏറ്റവും അനുയോജ്യമായ ഘട്ടം എന്ന് കാലഘട്ടം എന്ന് പറയുന്നത് ഔപചാരിക മനോവ്യാപാര ഘട്ടമാണ്. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരമായിട്ട് ഇവിടെ വരിക.
56ാമത്തെ ചോദ്യം എ മൈനസ് ബ്രാക്കറ്റിൽ ബി മൈനസ് അഗെയിൻ ബ്രാക്കറ്റിൽ സി മൈനസ് ഡി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ഇതിന്റെ വില എന്താണെന്നുള്ളതാണ് കണ്ടെത്തേണ്ടത്. നമുക്കറിയാം, നോക്കൂ, എ മൈനസ് ബി മൈനസ് സി മൈനസ് ഡി സമം, ആദ്യം എഴുതിയാൽ നോക്കൂ, ഈ ബ്രാക്കറ്റിലെ അവസാനത്തെ ബ്രാക്കറ്റ് ഒന്ന് നീക്കണം. അതിനിങ്ങനെ എഴുതാം, നമുക്ക് എ മൈനസ് ബ്രാക്കറ്റിൽ ബി മൈനസ് ഓഫ് സി മൈനസ് സി മൈനസ് ഓഫ് മൈനസ് ഡി പ്ലസ് ഡി ഈ രൂപത്തിലേക്ക് മാറ്റാം. മൈനസ് ഓഫ് സി മൈനസ് ഓഫ് മൈനസ് ഡി പ്ലസ് ഡി മൈനസ്, ഓക്കെ, സമം, വീണ്ടും ഈ ബ്രാക്കറ്റ് ഒഴിവാക്കാം, എ മൈനസ് ഓഫ് ബി മൈനസ് ബി മൈനസ് ഓഫ് മൈനസ് സി പ്ലസ് സി മൈനസ് ഓഫ് പ്ലസ് ഡി, ഒരു മൈനസ് ഒരു പ്ലസ് ഒരു മൈനസ് ഡി എന്ന രൂപത്തിൽ വരും. അപ്പോൾ നമുക്ക് അതിന് ഇങ്ങനെ എഴുതാം, എ മൈനസ് ബി പ്ലസ് സി മൈനസ് ഡി, എ മൈനസ് ബി പ്ലസ് സി മൈനസ് ഡി. അപ്പോൾ എ മൈനസ് ബി പ്ലസ് സി മൈനസ് ഡി എന്ന ഓപ്ഷൻ എവിടെയുണ്ട്? അപ്പോൾ ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരമായിട്ട് ഇവിടെ വരിക. 57ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്, രണ്ട് സംഖ്യയുടെ ചെറു പൊതുഗുണിതവും അതായത് LCM വൻ പൊതുഘടകവും അത് HCF ആ സംഖ്യയുമായുള്ള ബന്ധം കണ്ടെത്തുന്നതിനുള്ള ഏറ്റവും അനുയോജ്യമല്ലാത്ത രീതി ഏതാണെന്നുള്ളതാണ്. രണ്ട് സംഖ്യയുടെ ചെറു പൊതുഗുണിതവും അതായത് LCMവും വൻ പൊതുഘടകമായ HCFും ആ സംഖ്യയുമായുള്ള ബന്ധം കണ്ടെത്തുന്നതിനുള്ള ഏറ്റവും അനുയോജ്യമല്ലാത്ത രീതി എന്നുള്ളതാണ്. നിഗമന രീതിയാണോ, പ്രൊജക്ട് രീതിയാണോ, ആഗമന രീതിയാണോ, അല്ല ലബോറട്ടറി മെത്തേഡാണോ എന്നുള്ള ചോദ്യം. ഇവിടെ ഏറ്റവും അനുയോജ്യമല്ലാത്ത രീതി എന്ന് പറയുന്നത് ആഗമന രീതിയാണ്. ഓപ്ഷൻ സി, ആഗമന രീതിയാണ് ഏറ്റവും അനുയോജ്യം അല്ലാത്തത്. അടുത്ത ചോദ്യം, ഒരു കർഷകൻ തൻ്റെ സ്ഥലത്ത് വ്യത്യസ്തങ്ങളായ വിളകൾ കൃഷി ചെയ്തതിൻ്റെ പൈ ഡയഗ്രമാണ് നൽകിയിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ സ്ഥലം ഏത് വിതക്കാണ് ഉപയോഗിച്ചത്? ആ ഭാഗത്തിന്റെ ഭിന്നരൂപം ഏത് എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോൾ പൈ ഡയഗ്രം തന്നിട്ടുണ്ട്. നെല്ല് ഇവിടെ 100 ഡിഗ്രി ആണ് കാണിക്കുന്നത്, തക്കാളി 80 ഡിഗ്രി, വെണ്ട 60 ഡിഗ്രി, പയർ 40 ഡിഗ്രി, വാഴ 80 ഡിഗ്രി രീതിയിലാണ് ഉള്ളത്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ എന്ന് വെച്ചാൽ നമുക്ക് ഒറ്റ നോട്ട് പറയാൻ വേണ്ടി 100 ഡിഗ്രിയാണ്. നെല്ലാണ് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്തിരിക്കുന്നത്. അത് എത്രയാണെന്ന് കണക്കാക്കാൻ വേണ്ടിയിട്ട് നമുക്കറിയാം, ഇപ്പോൾ പൈ ഡയഗ്രത്തിൽ ഈ കേന്ദ്ര കോണിന്റെ അളവാക്കി 360 അപ്പോൾ ഇത് 360 100 380 തക്കാളി 360 60 വെണ്ട 340 പയർ 380 വാഴ. അപ്പോൾ നെല്ല് 360 100 ഇതാണ് നെല്ലിന്റെ അളവ്. അതൊക്കെ നോക്കാം, നമുക്ക് 0 0 ഒഴിവാക്കാം. 36 10 എടുത്ത് 36 10 എന്ന് പറഞ്ഞാൽ 18 5 18 5. അപ്പോൾ 18 5 ഓപ്ഷൻ ഡി 18 5 ശരിയായ ഉത്തരമായിട്ട് ഇവിടെ വരുന്നത്. 59ാമത്തെ ചോദ്യം, ഒരു സംഖ്യയുടെ ഇരട്ടിയുടെ കൂടെ 5 കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യ ആ സംഖ്യയുടെ 3 മടങ്ങിൽ നിന്ന് 1 കുറച്ചതിന് തുല്യമാണ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന വാചകത്തിന്റെ ബീജഗണിത രൂപം ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഇവിടെ 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ഒരു സംഖ്യയുടെ ഇരട്ടിയുടെ കൂടെ 5 കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യ ആ സംഖ്യയുടെ 3 മടങ്ങിൽ നിന്ന് 1 കുറച്ച് തുല്യമാണെന്ന പ്രസ്താവന ഇങ്ങനെ എഴുതാം. സംഖ്യ എക്സ് എന്ന് ഇരിക്കാം, സംഖ്യ എക്സ് എന്ന് കരുതുക. ഒരു സംഖ്യയുടെ ഇരട്ടിയുടെ എക്സ് ആണ്, സംഖ്യയുടെ ഇരട്ടി എന്താണ് 2x ആണ്. ഇരട്ടിയുടെ കൂടെ 5 കൂട്ടിയാൽ, അതിനോട് 5 കൂട്ടിയാൽ ഇപ്പൊ 2x കൂട്ട 5 കിട്ടുന്ന സംഖ്യ ഇതെന്ന് പറയുന്നത് ആ സംഖ്യയുടെ 3 മടങ്ങിൽ നിന്ന്, ആ സംഖ്യ എക്സ് ആണ്, എക്സ് ഇരിക്കുക, ആ സംഖ്യയുടെ 3 മടങ്ങിൽ നിന്ന് 3x നിന്ന് എന്താണ് 1 കുറച്ച തുല്യമാണ്, 1 കുറച്ചതിന് തുല്യമാണ്, തുല്യമാണെന്ന് സമമാണ്. ഒരു സംഖ്യയുടെ 2 മടങ്ങിനോട് 5 കൂട്ടിയത് ആ സംഖ്യയുടെ 3 മടങ്ങിൽ നിന്ന് 1 കുറച്ചതിന് തുല്യമാണ്. ഈ പ്രസ്താവന ഇങ്ങനെയാണ് വരിക. അതുകൊണ്ട് ഓപ്ഷൻ ഒന്നാമത്തത് 2x + 5 = 3x - 1 ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരമായിട്ട് വരിക. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു സാമൂഹിക ചുറ്റുപാടിൽ നടക്കുന്ന പൂർണ്ണ ഹൃദയത്തോടെയുള്ള ലക്ഷ്യബോധമുള്ള പ്രവർത്തനമാണ് പ്രോജക്റ്റ്. പ്രോജക്റ്റിന്റെ ഒരു ഡെഫിനിഷൻ, ഒരു നിർവചനം ഇങ്ങനെ പറഞ്ഞത് ആരാന്ന ചോദ്യം. ഒരു സാമൂഹിക ചുറ്റുപാടിൽ നടക്കുന്ന പൂർണ്ണ ഹൃദയത്തോടെയുള്ള ലക്ഷ്യബോധമുള്ള പ്രവർത്തനമാണ് പ്രോജക്റ്റ്. ഇത് ഈ നിർവചനം നൽകിയത് ആരാന്നുള്ളതാണ് ചോദ്യം. ഇവിടെ 4 ഓപ്ഷൻ ഉണ്ട്. കിൽപാട്രിക്,
ആംസ്ട്രോങ്, സ്റ്റീവൻസൺ, ജോൺ ഡ്യൂയി. അപ്പോൾ ഈ വാചകം കിൽപാട്രിക്കിൻ്റെയാണ്. അപ്പോൾ ഓപ്ഷൻ എ കിൽപാട്രിക്. അറുപത്തെ ഉത്തരം കിൽപാട്രിക് എന്ന ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ കിൽപാട്രിക്. ഇതാണ് അതിൻ്റെ ഉത്തരമായിട്ട് വരിക. പൊതുവെ കേട്ടറ്റ് കാറ്റഗറി 2 ഗണിതവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളെല്ലാം തന്നെ ഒരു ശരാശരിക്കും അല്പം മുകളിലാണ് വേണം നമുക്ക് പറയാം. നല്ല ചോദ്യങ്ങളായിരുന്നു. അപ്പോൾ എല്ലാവരും ഒരുവിധം നന്നായി എഴുതിയിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും വിജയാശംസകൾ നേരുകയാണ്.